തൃശൂർ CPM ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നേതൃത്വം തുടർന്ന മൗനം ദുരന്തം സൃഷ്ടിച്ചു. പ്രശ്നങ്ങൾ കണ്ടിട്ടും ഇടപെട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇഡിക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ലെന്ന് പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചുവെന്ന് പൊതുചർച്ചയിൽ ആരോപണം ഉയർന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഇന്നും പൊതുചർച്ചയിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? കാരണം തുടക്കം മുതൽ അത് പാർട്ടി റിപ്പോർട്ടിൽ പോലും വിമർശനങ്ങൾക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കമുള്ള കാര്യങ്ങൾ. തീർച്ചയായും ജില്ലാ സമ്മേളനത്തിൽ വീഴ്ചകൾ, നേതൃത്വത്തിന്റെ അടക്കമുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചത്. അത് വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നടപടിയാണ്. ആദ്യ ദിവസം തന്നെ സമ്മേളനത്തിന്റെ പ്രതിനിധികൾ പങ്കെടുത്ത് ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയായപ്പോൾ തന്നെ കടുത്ത വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നു. പാർട്ടിക്കെതിരെ വീഴ്ചകൾക്കെതിരെ ഉയർന്നു വന്നു. ഒരു ഘട്ടത്തിൽ CPM നേതാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിയിൽ ഒരു നവീകരണം ആവശ്യമാണ്. അതിന് നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തുറന്ന വിമർശനങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ആവർത്തിച്ചു. അത് കൂടുതൽ പ്രചോദനം പകർന്നിട്ടുണ്ട്. പാർട്ടി പ്രതിനിധി പ്രവർത്തകർക്ക് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ തുറന്ന വിമർശനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്നത്. കരുവന്നൂർ വിഷയമടക്കമുള്ള CPM-നെ വലിയ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ വിഷയങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രതിനിധികൾ ഇന്നലെയും വിമർശനം ഉന്നയിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ നേതൃത്വത്തിന് പൊതുവെ വിമർശനം ഉയർത്താൻ നേതൃത്വത്തിന്റെ മൗനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചു. കരുവന്നൂർ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടവശം നേതൃത്വം ഇടപെട്ടില്ല. ജില്ലാ നേതൃത്വം ഉടമ്പ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടക്കില്ല എന്നതിൽ തടസ്സമുള്ള വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. ഇതിനെതിരായ നിലപാടെടുക്കുന്നതിൽ CPM-ന്റെ മൗനം വളമായി മിണ്ടാതിരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വളം വെച്ചു കൊടുക്കുന്ന നടപടിയായി പോയി തുടങ്ങിയ ED-ക്കെതിരായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവിനെതിരെയുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നത്. രണ്ടാം പിണറായി സർക്കാരിന് ആദ്യ സർക്കാരിനെ അപേക്ഷിച്ച് പ്രവർത്തനം. ശരി ലെവിൻ, എന്തായാലും ഇന്നും പൊതുചർച്ച തുടരും. അതിനിടയിലും സമാനമായി തന്നെ വിമർശനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ പ്രതിനിധികൾ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഈ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ പ്രവർത്തനത്തിലും വലിയ വിമർശനമാണ് ഈ സംസ്ഥാന സമ്മേളന കാലയളവിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനമായ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.